ഷോപ്പിഫൈ ആണോ WooCommerce ആണോ SEOയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം? ഇതാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഷോപ്പിഫൈ നല്ലൊരു SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇൻബിൽട്ട് ആയിട്ട് SEO ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് പ്ലഗിൻസ് ആഡ് ചെയ്യുകയും ചെയ്യാം. എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വലിയ ഓഡിയൻസിലേക്ക് കുറച്ച് കാലം എടുത്തിട്ടൊക്കെ ചെല്ലേണ്ട പ്രൊഡക്ട്സുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കണ്ടന്റ് മാർക്കറ്റിങ്ങിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പല ടൈപ്പ് ഓഫ് കണ്ടന്റ് സ്ട്രാറ്റജീസ്, പല ടൈപ്പ് ഓഫ് കണ്ടന്റ് ഹബ്ബുകൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേജ് സ്ട്രക്ചർ പലപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നുകിൽ ഷോപ്പിഫൈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഡൊമൈനിൽ സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും CMS ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ WooCommerce സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതൊരു മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ രണ്ട് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഈ പറഞ്ഞ പോലെ വേർഡ്പ്രസ്സും മറ്റേത് WooCommerce. വേർഡ്പ്രസ് ഒരു CMS ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഷോപ്പിഫൈയിൽ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നാളെ സെല്ല് ചെയ്യാം. WooCommerce അത്ര ഈസി അല്ല. അത് മാത്രമല്ല, ഫേസ്ബുക്ക് അറിയാവുന്ന ഒരാൾക്ക്, ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ ലോഗിൻ ചെയ്ത് പോസ്റ്റ് ഇടാൻ മാത്രം അറിയാവുന്ന ഒരാൾക്ക് ഷോപ്പിഫൈ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. കാരണം അതിൻ്റെ ഇന്റർഫേസ് അത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് വേരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇതൊക്കെ എളുപ്പമാണ്. പക്ഷേ WooCommerce വെച്ചാൽ പല സ്റ്റേജിൽ നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോൾ ബ്രാൻഡിനെ നോക്കുമ്പോൾ ഷോപ്പിഫൈ നല്ലൊരു ഇതാണ്. പക്ഷേ വലിയ രീതിയിലേക്ക് ഒരു കണ്ടന്റ് മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ചില സ്റ്റെപ്പുകൾ ചെയ്യേണ്ടി വരും. ഷോപ്പിഫൈ തന്നെ ഉപയോഗിക്കാം, പക്ഷേ അഡീഷണൽ ആയിട്ട് ചില സ്റ്റെപ്പുകൾ ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ WooCommerce ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്, അത് ബൈ ഡിഫോൾട്ട് ഒരു CMS ആയതുകൊണ്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും അതിന് ചെയ്യാം.